പണിക്കാരി കുഞ്ഞുമാൾ പറഞ്ഞു, എന്തിനാ മോനെ കരയുന്നേ? നല്ലതിനല്ലേ നിന്റെ അമ്മ ബാനയെടുത്തി, ചെറുപ്പല്ലേ, അതിനും ഒരു ജീവിതം വേണ്ടേ? മോന് കരയണ്ട, എല്ലാം നല്ലതിനാന്ന് വിചാരിച്ച് കിടന്നുറങ്ങിക്കോ. അന്ന് ഉറക്കം വരാതെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ വടക്കിനിയിലിരിക്കെ അമ്മ അടുക്കളയിൽ രാവിലത്തെ പണിയ. ചെറിയച്ഛൻ്റെ അടുത്ത് വന്നു എൻ്റെ തോളിലും തട്ടി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് സ്കൂളിൽ പോകണില്ലടാ. അതിന് ഇന്ന് ശനിയാഴ്ചയാ എന്നും പറഞ്ഞു ചെറിയച്ഛന് മുഖം കൊടുക്കാതെ ഞാനവിടെ നിന്നു. പിന്നെ ചിറക്കിലെത്തി. ഇനി എവിടേക്കാ? ഏത് വീട്ടിലേക്കാ പോട്ടെ? ചിറക്കിലെത്തിയില്ലേ? നേരെ അയ്യപ്പൻകാവിൻ്റെ അടുത്തേക്ക് വിട്ടോ. അവിടെയാണ് വീട്. അവിടെ കുറുപ്പത്തെ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ എന്നെ വണ്ടി ഇറക്കി. ബാഗ് എടുത്തു. വീട്ടിലേക്ക് ഇനി ഒരു ഇടുവഴി കിടക്കണം. സമയം ഏകദേശം നോക്കുമ്പോൾ 10:15. ചുറ്റും ആകെ വിച്ഛിന്നമായിരിക്കും. ആരും റോട്ടിലോ അരികത്തോ പീഡികമുറികളോ എല്ലാം നിശബ്ദമായിരുന്നു. ഒരു ഇലനക്ക പോലും ചുറ്റുമില്ല. എല്ലാം ഉറങ്ങി. എങ്കിലും അരുണ്ട നിലാവ് ആ വെളിച്ചത്തിൽ നടന്നു എൻ്റെ തറവാട്ടിലേക്ക്. തറവാട്ടിൽ ഗേറ്റിലെത്തി. ഇതാണ് വീട്, കുറുപ്പത്ത് തറവാട്. തുറന്നിട്ടിരിക്കുന്ന ഗേറ്റ്. ഉള്ളിലേക്ക് നടന്നു. വാതിൽ തട്ടി. അമ്മേ ഉറക്കെ വിളിച്ചു. പിന്നെ വാതിൽ തട്ടി. ശബ്ദം വരുന്നില്ല. അമ്മയെന്ന് വിളിക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നുണ്ടോ? ശബ്ദം ഇടറുന്നുണ്ടോ? അറിയില്ല. വാതിൽ തുറന്നു. വെളുത്ത് വെലിഞ്ഞ വയസ്സായൊരു രൂപം. ഇതല്ലേ എൻ്റെ സുന്ദരിയായ അമ്മ. ആരാ
ഓ ഉണ്ണിയല്ലേ, എത്ര കാലായി നിന്നെ ഞാൻ കാത്തിരിക്കണേ, എത്ര കാലായി നിന്നെ ഞാൻ കാത്തിരിക്കണേ. ഇപ്പോഴേലും ഒന്ന് വരാൻ തോന്നിയല്ലോ. അമ്മയുടെ പരിഭവം. ഞാൻ ചോദിച്ചു, അമ്മേ ഇളയച്ചൻ എന്തേ, ഇവിടെ ഇല്ലേ? അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇളയച്ച ഇവിടെ ഇല്ലേ? രാഘവേട്ടന് ലിവറിന് അസുഖം, ഡോക്ടർമാർ കള്ളുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും കേൾക്കാതെ എന്നും കള്ളുടിയാ. ഇപ്പം രാത്രി ഇപ്പോൾ എവിടെയെങ്കിലും കള്ളുടിച്ച് കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഗേറ്റിൻ്റെ അവിടെ കൊടുന്ന് കിടത്തും. ഇല്ലെങ്കിൽ നാളെ രാവിലെ പുലർച്ചയ്ക്ക് മൂപ്പരെന്നെ ഇങ്ങോട്ടെത്തും. അപ്പോൾ അമ്മ ഒറ്റയ്ക്ക് അവിടെ നമ്മളെ പണിക്കാരി കുഞ്ഞുമാളില്ലേ, ഓളെ അക്കരയ്ക്ക് കല്യാണം കഴിച്ചുകൊണ്ട് ഇപ്പോൾ അടുത്ത വീട്ടിലെ ശാരദ ചിലപ്പോൾ വരും. ഉമ്മറൊക്കെ ഒന്ന് മുറ്റൊക്കെ അടിച്ചിട്ട് അവൾ പോവും. അതന്നെ വിശക്കണുണ്ടാ നിനക്ക്? എന്നും നിനക്ക് ചോറ് ഞാൻ എടുത്ത് വയ്ക്കും. ഇന്നും എടുത്ത് വെച്ചിട്ടുണ്ട്, നിനക്ക് വിളമ്പി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ അമ്മേ, എന്താ കറിയൊക്കെ ചോറിന്? കൂർക്ക മെഴുക്ക് വരട്ടിയുണ്ട്, പിന്നെ പുളിശ്ശേരി. എൻ്റെ കുട്ടിക്ക് ഇഷ്ടമല്ലേ പുളിശ്ശേരി, മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമല്ലേ? അതുണ്ടടാ. പിന്നെ അമ്മ ആ ചോറുക്കുന്നായിട്ട് എൻ്റെ മുന്നിലേക്ക് വന്നു. ആ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് അമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല. അമ്മയെ കണ്ടും മതിയാവുന്നില്ല. അമ്മ എന്നോട് ചോദിച്ചു, ഇനി എൻ്റെ കുട്ടി പോവില്ലല്ലോ ഇവിടുന്ന് അമ്മേനെ വിട്ടിട്ട്? ഇനി എൻ്റെ കുട്ടി പോവില്ലല്ലോ? ചെറുപ്പത്തിൽ പോയതല്ലേ, 15 വയസ്സിൽ. ഇപ്പൊ വലിയ ചെക്കനായി, 16 വയസ്സായി. ഇനി എൻ്റെ കുട്ടി പോണ്ട. എവിടേക്ക് പോണം? ഇതൊക്കെ നിന്റെ അല്ലേ? ഞാൻ പറഞ്ഞു, പോയേ പറ്റുമോ, എനിക്ക് എന്തായാലും പോയേ പറ്റൂ. അമ്മ എൻ്റെ കൂടെ വരൂ, അമ്മേനെ ഞാൻ കൊണ്ടുപോകാം. അമ്മ ഒന്നും പേടിക്കണ്ട, പൊന്നു പോലെ ഞാൻ നോക്കാം. അമ്മേനെ ഞാൻ നോക്കാം, പൊന്നു പോലെ നോക്കാം. എൻ്റെ കൂടെ പോരെ, നാളെ ഒരു ദിവസം, അത് കഴിഞ്ഞ് ഞാൻ പോവും. എൻ്റെ കൂടെ അമ്മയ്ക്ക് വരാൻ പറ്റൂ? അമ്മ ഒരു നിമിഷം ഒന്നും മുണ്ടിയില്ല. പിന്നെ പറഞ്ഞു, പറ്റില്ല മോനെ, രാഘവേട്ടനെ വിട്ടിട്ട് ഞാൻ എങ്ങനെയാ വരിക? പിന്നെ നിന്റെ അച്ഛൻ്റെ അസ്ഥിത്തറയല്ലേ ഉമ്മർത്ത്,
തെക്കോർത്ത് നിന്റെ അച്ഛൻ്റെ അസ്ഥിത്തറ, അതിന് വിളക്ക് വെക്കണം. അതും വിട്ടുവരാൻ എനിക്ക് കഴിയില്ല. എൻ്റെ കുട്ടി എൻ്റെ കൂടേക്ക് വരാൻ പറ്റില്ല. എൻ്റെ കുട്ടി പോണ്ട. ശരിയാ, അമ്മ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ഒന്നാമത് രാഘവപ്പാപ്പനായിട്ട് ഞാൻ ചേരില്ല. രാഘവപ്പാപ്പൻ എപ്പോൾ കണ്ടാലും എന്നെ ചീത്ത പറയും. രാഘവപ്പാപ്പനായിട്ട് എനിക്ക് പറ്റില്ല. പിന്നെ കുറച്ചു നേരം ആ കസേരയിലിരുന്നു. അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, തലയിൽ തലോടുന്നുണ്ടായിരുന്നു, കൈകൾ പിടിച്ച് ഉമ്മ വയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി. തെക്ക് ഭാഗത്ത് അച്ഛൻ്റെ അസ്ഥിത്തറ. വൈകിട്ട് അമ്മ വെച്ച തിരി കെട്ടിയിരിക്കുന്നു. എങ്കിലും ഞാൻ അസ്ഥിത്തറയുടെ അടുത്തേക്ക് പോയി. അസ്ഥിത്തറയിലെ ഒന്ന് ഞാൻ തൊട്ടു. എന്നിട്ട് ചോദിച്ചു, എന്താ അച്ഛാ ഞാൻ ചെയ്യണ്ടേ? എൻ്റെ അമ്മ ഇവിടെ ഒറ്റയ്ക്കാണ്, ഞാൻ എന്താ ചെയ്യണ്ടേ? പിന്നിലെ അമ്മയുടെ ഒരു തേങ്ങൽ ഞാൻ കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഒരു കാറ്റ് ഞങ്ങളുടെ ദേഹത്തേക്ക് അടിച്ചു. ഒരു ഇളങ്കാറ്റ്. ആ കാറ്റിന് കൈതപ്പൂവിൻ്റെ ഗന്ധമുണ്ടായി. കൈതപ്പൂവിൻ്റെ ഗന്ധമുണ്ടായി. ഹലോ, ഞാൻ ധർമ്മേട്ടൻ. എൻ്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.